പേരാമ്പ്രയിലെ MLA അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഓല മണ്ഡലത്തിലെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് നിലവിളക്ക് കൊടുത്തതുമായി അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇതിങ്ങനെ കണ്ടു. അപ്പൊ അതിലിപ്പോ നമ്മളെ അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ അടിയിൽ കമന്റ് വരും, പോട കട്ട ഷജറെ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തിയൻ എന്ന കമന്റുകളെക്കാളും വരിക. അപ്പൊ നമ്മൾ പറയണ്ട, പണ്ഡിതരെന്ന് പറഞ്ഞോട്ടെ. മുഹമ്മദ് ഫൈസി ഓണംപള്ളി പറഞ്ഞു വെച്ചൊരു വീഡിയോ അതാണ് കാണാം. ഓണംപള്ളി ആവുമ്പം ഷജറയാണെന്ന് പറഞ്ഞാണ്ട് മാറ്റി നിർത്തൂലല്ലോ, പണ്ഡിതരൻ ആ കാര്യം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കേട്ടോ. അതേസമയം ഒരു പ്രത്യേകമായ ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇന്നത് കൊളുത്തണം എന്ന് പറയുന്നത് ചില വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. എന്തിനും അടിക്കണം, എനിക്ക് പറ്റില്ലെന്ന് പറയാൻ, എന്തിനും അടിക്കണം, അതിൽ നിന്ന് മാറി നിൽക്കാൻ, എന്നിട്ട് പറയാം പ്രിയപ്പെട്ട സുഹൃത്തെ, സഹോദര, അല്ലെങ്കിൽ സ്വാമിജി, അല്ലെങ്കിൽ സ്വാമിനി, നിങ്ങളത് ചെയ്തോളൂ, ഞങ്ങൾ അതിനെ കണ്ടു നിൽക്കാം. കാരണം ഈ രാജ്യത്തെ എല്ലാ വിഭാഗത്തിന്റെയും മതാനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിൽ തടയാനോ അല്ലെങ്കിൽ അപ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രസംഗിക്കാനോ പോകേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ അക്കാര്യത്തിൽ എനിക്ക് അത് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച എന്തേ കുഴപ്പം? അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണേണ്ടത്. ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനൊരു ഹനീഫാണ്. നമ്മളെല്ലാ സുബഹിക്കും പറയുന്നു ഞാനൊരു ഹനീഫാണ്, അല്ലേ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ഞാൻ ഹനീഫാണ്, ഞാൻ മറ്റു സംസ്കാരങ്ങളിലേക്ക് പോകാത്ത വിധം ഋജുമാനസമായി നിൽക്കുന്ന ഒരു ഹനീഫാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ സമൂഹം ഇടിഞ്ഞു വീഴുന്നില്ല. അങ്ങനെ പറയണം, അല്ലെങ്കിൽ പിന്നെ എന്തു കാപട്യമാണിത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യ